റിപ്പോർട്ട് ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി.കെ. ശ്യാമളയുടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ CPM-ലും എതിർപ്പ്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് എതിർപ്പുണ്ടായത്. കെ ശൈലജയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നു. തളിപ്പറമ്പിൽ കഴിഞ്ഞ തവണ പാർട്ടിക്ക് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം ഗുണകരമാകുമെന്നും അംഗങ്ങൾ പറഞ്ഞു. അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, ശൈലജയ്ക്കായി ജില്ലാ സെക്രട്ടേറിയറ്റ് നിലപാടെടുത്തിരിക്കുന്നു. ഇനി അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പേരാവൂരിൽ കെ ശൈലജ വരും. പക്ഷേ പ്രശ്നം തളിപ്പറമ്പിൽ ആരായിരിക്കണം എന്നുള്ള ചോദ്യമാണ്. തളിപ്പറമ്പിൽ തന്നെ ശൈലജ ടീച്ചറിനെ കൊണ്ടുവരണമെന്ന് ചിലർ പറയുന്നുവെന്ന് മനസ്സിലാക്കുന്നു. പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ ചിലർ ശബ്ദമുയർത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം അന്തിമമായിരിക്കും. തളിപ്പറമ്പിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നാണോ മനസ്സിലാക്കുന്നത്? അർജുൻ കല്യാൺ. ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും തളിപ്പറമ്പിലെ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ചേർന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ എതിർപ്പുയർന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 6 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പി.കെ. ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. കാരണം കഴിഞ്ഞ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജെയിംസ് മാത്യു ആണ്. ജെയിംസ് മാത്യു അന്ന് നേടിയിട്ടുള്ള ലീഡ് എന്ന് പറയുന്നത് 40,000-ലധികമാണ്. അതായത് സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭൂരിപക്ഷം നേടിയിട്ടുള്ള ഒരു മണ്ഡലമായി അന്ന് തളിപ്പറമ്പ് മാറിയിരുന്നു. എന്നാൽ 2021 MV ഗോവിന്ദൻ അവിടെ മത്സരിക്കുമ്പോൾ ആ ഭൂരിപക്ഷം 20,000-ലേക്ക് ചുരുങ്ങിയിരുന്നു. ഏറ്റവും പ്രധാനമായി ഈ നഷ്ടപ്പെട്ട 20,000-ലധികം വരുന്ന വോട്ടുകൾ അത് പാർട്ടി അനുഭാവമുള്ള വോട്ടുകളാണ്, പാർട്ടിക്ക് ലഭിക്കാവുന്ന വോട്ടുകളാണ്. ആ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ഒരു ശക്തയായ സ്ഥാനാർത്ഥി തളിപ്പറമ്പിൽ വേണം എന്നുള്ള ഒരു പൊതുവികാരം അവിടെയുണ്ട്. ആ വികാരത്തിന്റെ ഭാഗമായി തന്നെ ഇന്നലെ ചേർന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ 2 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കെ ശൈലജയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാൻ തയ്യാറാവണം എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് കെ ശൈലജയെ തളിപ്പറമ്പിൽ മത്സരിക്കുകയും പേരാവൂരിൽ നേരത്തെ നിശ്ചയിച്ചതുപോലെ സക്കീർ ഹുസൈനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാൻ ജില്ലയിൽ സാധിക്കും എന്നുള്ള അഭിപ്രായമാണ് ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നത്. ഏറ്റവും പ്രധാനമായി പി.കെ. ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിക്കുന്നതിൽ പൊതുവെ ഉയർന്നിട്ടുള്ള പാർട്ടിയുടെ അനുഭാവികളും പ്രവർത്തകരും അണികളും ഒക്കെ ആയിട്ടുള്ളവർ ഉയർത്തിയിട്ടുള്ള ഫേസ്ബുക്കിലൂടെ ഉയർത്തിയിട്ടുള്ള ചില വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെയുണ്ട്. അതുമാത്രമല്ല ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള എതിർപ്പുകൾ ഉയർന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ പി.കെ. ശ്യാമളയുടെയും N. സുകന്യയുടെയും പേര് നിശ്ചയിച്ച് അത് സംസ്ഥാന കമ്മിറ്റിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറി. പിന്നീട് പി.കെ. ശ്യാമളയുടെ പേര് മാത്രമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിശ്ചയിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റിന് കൈമാറിയത്. ആ ഘട്ടത്തിൽ പോലും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി.കെ. ശ്യാമളയ്ക്കെതിരെ എതിർവികാരം ഉയർന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. അതിനകത്തുള്ള തീരുമാനം അന്തിമമാണ്, അല്ലെങ്കിൽ അത്തരമൊരു അവസാനഘട്ട കൺക്ലൂഷനിലേക്ക് എത്തുമെങ്കിൽ കൂടിയും പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി, അതായത് തളിപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി ചേരേണ്ടതുണ്ട്. അതിനകത്തും ശക്തമായ വികാരം ഉയർന്നു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആ വികാരം മാനിച്ചുകൊണ്ട് പിന്നീട് പാർട്ടിക്ക് ഒരു പുനർവിചിന്തനത്തിന് വഴി തുറക്കുന്നതായിരിക്കും ആ തീരുമാനം. എന്തായാലും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതീവ നിർണായകമാണ്. കാരണം കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ പി.കെ. ശ്യാമളയ്ക്കെതിരായിട്ടുള്ള ഒരു വികാരമുണ്ടായിരുന്നു. അവിടെ കെ ശൈലജയെ പരിഗണിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട പാർട്ടി വോട്ടുകൾ, നഷ്ടപ്പെട്ട പാർട്ടി അനുഭാവികളുടെ വോട്ടുകൾ തിരിച്ചുപിടിക്കണമെന്നുള്ളതാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വികാരം. 6 സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് ഇതിനകത്ത് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ജില്ലാ സെക്രട്ടേറിയറ്റ് നടത്തിയത്. ഡോക്ടർ ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തും സംഭവിക്കാം. തളിപ്പറമ്പിൽ ആര് വരും എന്നുള്ളതാണ്. ആദ്യം സുകന്യയുടെ പേര്, അതേപോലെ പി.കെ. ശ്യാമളയുടെ പേര്, പിന്നീട് ഇപ്പോൾ ശൈലജ ടീച്ചറിൻ്റെ പേര്. പേരാവൂരിലല്ല, തളിപ്പറമ്പിൽ തന്നെ ശൈലജ ടീച്ചറിനെ മത്സരിപ്പിക്കണമെന്ന് ഒരു കൂട്ടർ പറയുന്നു. ഇതൊക്കെ ഇവിടെ ഇരുന്ന് പറയാമെന്നല്ലാതെ തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റ് എടുത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊടുക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അന്തിമമായിട്ട് ആ സ്ഥാനാർത്ഥി പട്ടിക തീർപ്പാക്കുന്നത്. അതിനുശേഷമാണ് 8-ാം തീയതി പ്രഖ്യാപനം വരാൻ പോകുന്നത്. എന്തായാലും തളിപ്പറമ്പിൽ ഒരു സസ്പെൻസ് ഉണ്ട്. പേരാവൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് കെ ശൈലജ വരുമോ എന്നുള്ളതാണൊരു ചോദ്യം. സാധ്യത വിരളമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. എല്ലാം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും.